വൈദിക ശ്രേഷ്ഠരെ, കൈരളിയെ ഈ വർഷങ്ങളൊക്കെയും കൈ നടത്തിയ പൂർവ്വ സാരഥികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ കർത്തവ്യം നമ്മുടെ മുഖ്യ അതിഥിയെ നിങ്ങൾ മുമ്പിൽ ആനയിക്കുക എന്നതാണ്. പക്ഷേ ക്ഷമാപണത്തോടെ ഒരു കാര്യം പറയട്ടെ, പെട്ടെന്നുണ്ടായ ഒരു ദേഹ അസ്വാസ്ഥ്യം മൂലം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, കൈരളിക്ക് എന്ത് സംഭാവനയാണ് അദ്ദേഹം നൽകിയത് എന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണം എന്ന് കൈരളിയുടെ സംഘാടകർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു ശ്രമത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്ത് കാര്യത്തിനും ഒരു കാരണമുണ്ടാവണം. ഇന്ന് കൈരളി എന്ന പേരിൽ നമ്മൾ സന്തോഷപൂർവ്വം ഇവിടെ ഓണം ആഘോഷിക്കുന്നു. അതിന് നിമിത്തമായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് കൈരളിയുടെ ആദ്യ സാരഥിയായിരുന്ന ഡോക്ടർ കർമ്മേന്ദ്രൻ നായർ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഏകദേശം 32-33 വർഷങ്ങളുടെ പിന്നിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അന്ന് ബാൽറ്റിമോറിലുണ്ടായിരുന്നത് 8 അല്ലെങ്കിൽ 10 മലയാളി കുടുംബങ്ങൾ മാത്രം. ഭാഷ അറിയാത്തവർ, വാഹനം ഇല്ലാത്തവർ, വാഹനം ഓടിക്കാൻ അറിയാത്തവർ, അസുഖം വന്നാൽ വൈദ്യസഹായം ലഭിക്കുവാനുള്ള സാധ്യതകൾ ഇല്ലാത്തവർ, ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട മത്സ്യത്തെ പോലെ ജീവിക്കുവാൻ ശ്രമിച്ച ആ കുഞ്ഞ് മലയാളി സമൂഹത്തിലേക്ക് ഒരു നാഥൻ കടന്നു വന്നു. അശരണർക്ക് അത്താണിയായിട്ട് എന്ത് സഹായത്തിനും എപ്പോഴും തയ്യാറായി ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹമാണ് ഡോക്ടർ കർമ്മേന്ദ്രൻ നായർ. ഞങ്ങളൊക്കെയുള്ള ആ ചെറിയ സമ്മേളനങ്ങളിൽ, വാരാന്ത്യങ്ങളിൽ എല്ലാവരും എവിടെയെങ്കിലും കൂടി വർത്തമാനങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ആശയം ഉദിച്ചു. മലയാളി എന്നും ഒറ്റക്കെട്ടായിരിക്കണം, നമ്മൾ ഒരു കുടുംബമായിട്ട് ജീവിക്കണം, വരും തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സംസ്കൃതിയെ, നമ്മുടെ പൈതൃകത്തെ നമ്മൾ പകർന്നു കൊടുക്കണം. അതിന് നമുക്ക് ഒന്ന് സംഘടിച്ചേ മതിയാവും. അദ്ദേഹത്തിൻ്റെ മനതാരിൽ അങ്കുരിച്ച ആശയമാണ് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്ന കൈരളി എന്ന ഈ പ്രസ്ഥാനം. കൈരളി തുടങ്ങി ആദ്യം വന്ന പ്രശ്നം, ആരാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, ആരാണ് ഇതിനെ സാരഥ്യമേറുക. അദ്ദേഹം മുന്നിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞു, ഞാൻ തന്നെ അത് ചെയ്യാം, കാരണം ശൈശവമാണ്, ബാലാരിഷ്ടതകൾ ഒത്തിരി ഉണ്ടാവും, എന്ത് പ്രശ്നങ്ങൾക്കും ഞാൻ മുൻപിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യ സാരഥിയായിട്ട് മാറി. അതിനുശേഷം കൈരളി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും 2 പ്രാവശ്യം കൂടെ സന്നിഗ്ധമായ സന്ദർഭങ്ങളിൽ കൈരളിയുടെ സാരഥ്യം അദ്ദേഹം ഏറ്റുവാങ്ങി. കൈരളിയെ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് ഉയർത്തിയതും മാത്രമല്ല, അന്നുണ്ടായിരുന്ന എല്ലാ മലയാളി കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സഹായം ഏതെങ്കിലും രീതിയിൽ ലഭിച്ചിരുന്നു എന്നതാണ് സത്യം. വൈദ്യശാസ്ത്രപരമായും സാമ്പത്തികമായും അല്ലെങ്കിൽ വാഹനപരമായും ഏത് രീതിയിലും ആർക്കും എവിടെയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുവാൻ ജീവിച്ചിറങ്ങിയ ഒരു വലിയ മഹത് വ്യക്തി എന്നേ എനിക്ക് അദ്ദേഹത്തിന് പറയാനുള്ളൂ. എപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മുന്നിൽ തിളങ്ങി വരുന്ന ഒരു ചിത്രമുണ്ട്. സാന്റാക്ലോസിന്റെ വേഷം കെട്ടി തൊപ്പിയുമൊക്കെ വെച്ച് മഞ്ഞു മൂടിയ ദിനങ്ങളിൽ, കൊടും തണുപ്പുകളിൽ വീടാന്തരം കയറി ഇറങ്ങി, ജാതി മത ഭേദമന്യേ കയറി ഇറങ്ങി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുന്ന ഡോക്ടർ കർമ്മേന്ദ്രൻ നായർ. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി നമ്മുടെ ഈ സമൂഹത്തിന് എന്നും അഭിമാനമാണ്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തോടൊപ്പം അനുഗ്രഹീതരാണ്. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, മോഹൻ, എനിക്ക് വരാൻ കഴിയുന്നില്ല, വളരെ സങ്കടമുണ്ട്, പക്ഷെ ഒരു കാര്യം പറയണം. ഒരു അച്ഛൻ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച്, പ്രത്യേകിച്ച് ഒരു മകളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി പൂർണ്ണ ജീവിതത്തിലേക്ക് നയിച്ചു വിടുമ്പോൾ ഒരച്ഛനുണ്ടാകുന്ന, ഒരു പിതാവിനുണ്ടാകുന്ന ആ സംതൃപ്തി അല്ലെങ്കിൽ ആ സന്തോഷം, അതാണ് ഈ നിമിഷം ഞാൻ അനുഭവിക്കുക. കൈരളിയുടെ എല്ലാ വ്യക്തികളോടും പറയുക, ഞാൻ എന്നും എക്കാലവും തീർച്ചയായിട്ടും കൈരളിക്കുണ്ടാവും. എൻ്റെ ക്ഷമാപണം നമ്മുടെ സമൂഹത്തെ അറിയിക്കുക. അദ്ദേഹത്തിന്
ഈ ഓണക്കാലത്ത് കൈകളുടെ പേരിലും നമ്മുടെ ഈ മൊത്തം സമൂഹത്തിൻ്റെ പേരിലും എല്ലാ ഓണാശംസകളും നേരുന്നു. അനേക വർഷങ്ങൾ കൈകളുടെ കൈത്തിരിയാവുവാൻ ഉള്ള ശേഷിയും ശേമുഷിയും ആരോഗ്യവും ആയുസ്സുമൊക്കെ അദ്ദേഹത്തിന് സച്ചിദാനന്ദനായ ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.